ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരോ ഫ്രം ഡ്രീംലാൻഡ്. ഇന്ന് നമുക്ക് അടിപൊളി ഒരു പാൽക്കപ്പ ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത് കണ്ടോ, ഇവിടെ വാങ്ങിക്കുന്ന കപ്പയിൽ ഒരു വാക്സ് കോട്ടിംഗ് ഉണ്ട് കേട്ടോ. ഈ ഒരു വൈറ്റ് കളറിൽ കാണുന്നില്ലേ, കപ്പ കേടാകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാവേ. തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് എളുപ്പത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇത് കണ്ട, ഇതിനുള്ളിലുള്ള ഈ നാര് പോലത്തെ സംഭവം നമുക്ക് കളയണം കേട്ടോ. ഇനി ഇത് 2-3 തവണ നന്നായി കഴുകിയെടുക്കണേ. അതിനുശേഷം കപ്പ മുങ്ങാനുള്ള അത്രയും വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാനായി വെക്കാവേ. ഞാനിതിൽ കുറച്ച് ഉപ്പും കൂടെ ഇടുന്നുണ്ട്. ഉപ്പ് കൂടുതൽ ഇടാതിരുന്നാൽ മതി, പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഈ ഒരു ടൈം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള ഒരു കൂട്ട് തയ്യാറാക്കാവേ. വേണ്ടി 2 പച്ചമുളക്, ഒരു 4-5 ചെറിയുള്ളിയും പിന്നെ 1 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം, അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. അധികം അരഞ്ഞു പോകാൻ പാടില്ല. ഇനി നമുക്ക് കപ്പയൊന്ന് വെന്തോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു പീസ് ഒന്ന് ഉടച്ച് നോക്കിയാൽ മതിയേ. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം. ഇനി സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഈ കപ്പയും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായി യോജിപ്പിച്ചു കൊടുക്കണേ. ഈ കപ്പയൊക്കെ ഒന്ന് തവി കൊണ്ട് നന്നായി ഉടച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ നോർമൽ കപ്പ വെള്ളം തിളച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ വേവേണ്ടതാണ്. പല ടൈപ്പ് കപ്പയാണല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ഇതിൻ്റെ ഒന്ന് ഞെക്കി നോക്കിയിട്ട് വേണേ അതിൻ്റെ വേവ് മനസ്സിലാക്കാൻ. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണേ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കപ്പയ്ക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കി നമുക്ക് ആവശ്യം തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കാവേ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. കുറേ സമയം സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെയും ഡ്രൈ ആയി പോകും കേട്ടോ. ഇനി ഇതിലേക്ക് വറവിടാൻ വേണ്ടി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് കായ്മുളകും കറിവേപ്പിലയും വേണമെങ്കിൽ ചെറിയുള്ളിയും കൂടെ ചേർക്കാവേ. ഇത് നമുക്കിനി കപ്പയിലേക്ക് ഒഴിച്ചാൽ നല്ല കിടലൻ പാൽക്കപ്പ റെഡിയായേ. നമുക്കിത് ഫിഷ് കറിയുടെ കൂടെയോ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെയോ ഏത് നോൺ വെജിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുമേ. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത തവണ കാണും വരെ ബായ്.